നിങ്ങളെന്താ അവിടെ തന്നെ നിന്ന് പറഞ്ഞേ? കേറുവാ. ഈ വാതിലൊക്കെ തുറന്നിട്ട് അമ്മ അവിടെ പോയി. അമ്മേ, സരോജിനിമായി ഇല്ലേ ഇവിടെ? എവിടെ പോവാനാ? വല്ല വിറകെടുക്കാനോ അലക്കാനോ കുളിക്കാനോ അവര് പോയതായിരിക്കും. ഇതെന്നെ ഇവിടെ അടുത്ത പുഴ. ഗോവിന്ദയുടെ വൈഫ് എവിടെ? അവരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഉടനാവട്ടത്തെ വിപ്ലവം സൃഷ്ടിച്ച ധീര വനിതയല്ലേ? നിങ്ങൾ കരുതുന്ന പോലെ ഒന്നല്ല. അതൊരു പാവം കൂടിയാ. വലിയ മാളിക വീടും സ്വത്തും സൗഭാഗ്യവും ഉപേക്ഷിച്ച് സ്നേഹിച്ച പുരുഷനോട് ഇറങ്ങി പോകുന്ന തെറ്റി അവൾ ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വിപ്ലവമായിരിക്കാം. പക്ഷേ ഞങ്ങൾക്കത് ചങ്കില തീയായിരുന്നു. ഓ, പ്രേമിച്ച പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നല്ലേ ഉള്ളൂ. അതിലെന്തോന്ന് തീയും പുകയും? നിങ്ങൾക്കറിയാനിട്ടാ, അവളുടെ അച്ഛൻ കൃഷ്ണമംഗലത്ത് ബാലകൃഷ്ണൻ. ഒരു തവണ MLA വരെ ആയ ആളാ. അദ്ദേഹത്തിന്റെ മോളെ ഞാൻ സ്നേഹിക്കുക, അവൾ എന്റെ കൂടെ ഇറങ്ങി വരിക. അവിടെ നടന്ന കോലാഹലങ്ങൾ എന്തൊക്കെയായിരിക്കും വിജയം ഊഹിക്കാലോ. തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ ഗോവിന്ദൻകുട്ടി? സ്വന്തം സമുദായമാണെങ്കിൽ വേണ്ടില്ലായിരുന്നു. അന്നേരം അതൊന്നും നോക്കില്ല. കൃഷ്ണമംഗലത്തേക്ക് എന്തുണ്ടാവുമായിരുന്നു? കത്തും മാസികളൊക്കെ. അവിടുത്തെ കുട്ടിയാ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഗേറ്റിലേക്ക് വരിക. പൂ പോലൊരു പെൺകുട്ടി, അശ്വതി, അതായിരുന്നു അവളുടെ പേര്. കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. മനസ്സിലൊന്നുമില്ല. ഞാൻ പോസ്റ്റ്മാൻ, നമ്മുടെ രാജകുമാരി. ഇങ്ങനെ വേണമെങ്കിലും പറയാം. അശ്വതി ആകാശത്ത് വിരിഞ്ഞ നക്ഷത്രം, ഞാൻ താഴെ നിൽക്കുന്ന പുൽക്കുടി. ഒരിക്കലും എന്നോട് ചോദിച്ചു എനിക്കെന്താ കത്തൊന്നും ഇല്ലാത്തതെന്ന്. അന്നേരത്തെ കുസൃതിക്ക് അതിനെന്താ തരാലോന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ഒരു കത്തെഴുതി അഡ്രസ്സും വെച്ച് ഒരാഴ്ച കൊണ്ടുവന്നു. കൊടുക്കാൻ ധൈര്യമില്ല, കൈവാക്കും. തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലോ എന്ന് അവളോട് ചോദിച്ചു. ഞാനതും കൊടുത്തു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയല്ലേ? ഒരുമിച്ച് ജീവിക്കാന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഒറ്റ ധൈര്യത്തിലായിരുന്നില്ല എന്റെ കൂടെ ഇറങ്ങി വന്നു. പാർട്ടിക്കാർ രജിസ്റ്റർ മേലെ നടത്തുന്നു. പക്ഷേ അവക്കെന്നും വന്ന് കാവലിക്കാൻ പറ്റില്ല. ഓർണാവട്ടത്ത് നിന്നാ കൃഷ്ണമംഗലത്തുകാർ കൊന്നുകളയും. അങ്ങനെയാ ഉള്ളതെല്ലാം വാരിക്കുട്ടി ഈ ഓണം കയറാൻ മൂലയിലേക്ക് വന്നു പറ്റിയത്.